വാഹനങ്ങൾ തടയുന്നുണ്ട്, പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുവെന്ന് ഷെഫീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ റോഡിൽ പ്രതിഷേധിക്കുന്നുണ്ട്. 50ഓളം KSRTC ബസ്സുകൾ ഇപ്പോൾ പള്ളിപ്പുറത്ത് തടഞ്ഞിട്ടിരിക്കുന്നുവെന്നും ഷെഫീദ് പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കും ഒക്കെ ഉള്ള രോഗികൾ പെരുവഴിയിലായിട്ടുണ്ട് എന്നുള്ള അപകടകരമായ കാര്യവും ഷെഫീദിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഡെയ്സി പറയുന്നു, എത്ര കുട്ടികൾ പലരുടെയും ചൂഷണത്തിന് ഇരയായി മരിക്കുമ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ കൂടിയല്ലേ ഈ ഹർത്താൽ. അതുകൊണ്ട് ഈ ഹർത്താലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പല പ്രേക്ഷകരും കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട്, ഇത് ഈ നിതിൻ രാജിൻ്റെ മരണം പലരും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ വിജയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഹർത്താൽ വിജയിക്കട്ടെ, അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഹർത്താൽ കടന്നു പോകട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹം. ഈ കോഴിക്കോട് പേരാമ്പ്രയിൽ ഹർത്താൽ അനുകൂലികൾ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. പ്രൈവറ്റ് ബസ് ആദ്യം തടഞ്ഞു, പിന്നീട് ഇതൊക്കെ കടത്തിവിട്ടു. KSRTC ബസ്സുകൾ പക്ഷേ സർവീസ് നടത്തുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ദീപക് തർമ്മണം ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പൊതുവിൽ കോഴിക്കോട് സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ എന്നാൽ പേരാമ്പ്രയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മൊഫീഷ്യൽ സ്റ്റാൻഡിലാണ്. മൊഫീഷ്യൽ സ്റ്റാൻഡിൽ സാധാരണഗതിയിൽ ബസ് സർവീസുകളെല്ലാം നടക്കുന്നു, കടകളെല്ലാം തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഒരു ബസ് സർവീസ് പോലും ഇവിടെ കോഴിക്കോട് നഗരത്തിൽ നിന്നും തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് പ്രശ്നം. പേരാമ്പ്രയിൽ അല്പം മുൻപ് അവിടെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. അപ്പോൾ തന്നെ നാട്ടുകാർ ഇടപെടുന്നു, പോലീസ് ഇടപെടുന്നു, അങ്ങനെ വിട്ടയക്കുന്നു. പക്ഷേ എന്നാൽ KSRTC അവിടെ തടഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്ത് തന്നെ ഉള്ളിയേരിയിൽ വീണ്ടും വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായി, സ്വകാര്യ ബസ്സുകൾ. എന്നാൽ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും രീതിയിൽ ബസ് സർവീസിനെ ബാധിച്ചിട്ടില്ല. നമുക്ക് ബസ് സർവീസ് നടത്തുന്നവരോട് തന്നെ ചോദിക്കാം, കണ്ടക്ടറോട് ചോദിക്കാം. കോഴിക്കോട് ടൗണിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാ ബസ്സുകളും കൃത്യമായി പോകുന്നുണ്ടോ? എങ്ങനെയാണ്? ഈ പേരാമ്പ്രയിൽ വാഹനം തടഞ്ഞു എന്നുള്ളൊരു വിവരം വന്നിട്ടുണ്ട്. ഈ പേരാമ്പ്ര ബസ്സുകാർക്ക് ഒരു ആശങ്ക ഉണ്ടാവുമോ? അതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല. ഇതാണ് അവസ്ഥ. പൊതുവിൽ നഗരത്തിൽ സ്ഥിതിഗതികൾ ശാന്തം, സുഗമമായി ഗതാഗതം നടക്കുന്നു. അതുപോലെ കടകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലെ എല്ലാ കടയും പതിവ് പോലെ തന്നെ തുറന്നിട്ടുണ്ട്. ലോട്ടറി കട വരെ കൃത്യമായി തുറന്നിട്ടുണ്ട്. ലോട്ടറി കടക്കാരോട് ചോദിക്കട്ടെ, ഇന്ന് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? മലയാളം അറിയാത്ത ഒരു ലോട്ടറി കടക്കാരനാണ്. നമുക്ക് സാധാരണ മറ്റൊരു കടയിലേക്ക് കയറാം. ചേട്ടാ, എങ്ങനെയുണ്ട്? രാവിലെ തന്നെ കച്ചവടമൊക്കെ കൃത്യമായിട്ടുണ്ടല്ലോ അല്ലേ? കച്ചവടം ആയിട്ടില്ല, തുറന്നിട്ടുള്ളൂ. ഒന്നും പറയാനായിട്ടില്ല. ഹർത്താൽ ഇവിടെ ഒന്നും ബാധിച്ചില്ലല്ലോ? ഒന്നും പറയുന്നില്ല. ശരി, ചേട്ടൻ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഹർത്താൽ ഏതെങ്കിലും രീതിയിൽ ഇവിടെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നാൽ പേരാമ്പ്രയിലും ഉള്ളിയേരിയിലും സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്, സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു ദീപക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.